ഉപദേശസമിതിക്കറിയാൻ എല്ലാ ദിവസവും മുടങ്ങാതെ നിർമ്മാല്യത്തിന് അദ്ദേഹം കാണും. നട തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കാണുന്നത് ബാക്കിയുള്ളവരെ കാണുന്നത് ഞാൻ പറയുന്ന ഏറ്റവുമല്ല, പ്രത്യേക ഒരു ഐശ്വര്യമാണ്. അദ്ദേഹത്തിന് രാവിലെ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരിയുണ്ട്. അദ്ദേഹത്തിന് ഇനി കാണാൻ പറ്റത്തില്ലെന്നൊരു വിഷമമുണ്ട്. സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മഹത് വ്യക്തികളെ, ഇനി ആകെയുള്ളത് എന്നും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ നാളെ വരെ കാണാമൊക്കെയെന്നുള്ളതാണ്. ആ ഒരു വിഷമം മാത്രമേ. പക്ഷേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തികച്ചും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. കാരണം ഈ അമ്പലത്തിൻ്റെ അനുഭവ കഥകൾ പറയാനാണ് ഒരു പുസ്തകം എഴുതിയാൽ തീരാത്ത രീതിയിലുള്ള കഥകൾ എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം നേരിട്ടും 10 വർഷം അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിലെ ആട്ടവിശേഷ ചടങ്ങുകൾക്ക് നേരിട്ട് പങ്കെടുക്കുകയും എല്ലാത്തിനും എന്നാലൊക്കെ സഹായം ചെയ്യുകയും ചെയ്തിട്ട് ഞാൻ മഹാദേവന്റെ മൗനാനുവാദം വാങ്ങി പടിയിറങ്ങുമ്പോൾ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. കാരണം ഞാൻ ഈ അമ്പലത്തിൻ്റെ ശാന്തി ജോലി തുടങ്ങുന്നത് 2001-ൽ. അതിന് കാരണക്കാരൻ ഒരു അജിത്താണ്. ഇന്ന് ഞാൻ ഈ എൻ്റെ പ്രവൃത്തി മേഖല പൂർത്തീകരിച്ചിറങ്ങുന്നത് മറ്റൊരു അജിത് കുമാർ മൂലമാണ്. കാരണം എല്ലാവർക്കും കൊട്ടാരക്കരെ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ട്. ഇവിടുത്തെ പഞ്ചവാദ്യം അജീബാണ്. 2001-ൽ ഞാനിവിടെ തൊഴാൻ വരുമ്പോൾ, ഇവിടെ ഒരു ഭക്തനായിട്ട് തൊഴാൻ വരുമ്പോൾ അജിത് കുമാർ പറഞ്ഞു, തിരുമേനി അടുത്ത ഇവിടെ മേശാന്തിയുടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 7 വർഷം സർവീസേ ഉള്ളൂ, കൊട്ടാരക്കര അമ്പലത്തിലൊന്നും എനിക്ക് കിട്ടത്തില്ല. തിരുമേനി കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തു, എനിക്കത് മേശാന്തിയായിട്ട് കിട്ടി. അങ്ങനെ ഞാൻ തുടങ്ങിയത്. അവസാനം ഇപ്പം ഒരു കാരണവശാലും ദേവസ്വത്തിൻ്റെ നിയമം അനുസരിച്ച് 4-ാം ടേം ഒരിക്കലും കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ മേശാന്തിയായിട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തത് സ്വർണ്ണ കൊടിമരത്തിൻ്റെ പേരിൽ ശ്രീ വിനായക അജിത് കുമാർ ഉപദേശസമിതി പ്രസിഡന്റായിട്ടുള്ളവരുടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഞാനിവിടെ വരികയും ഈ 4 വർഷം ഇരിക്കുകയും ഈ 4-ാം വർഷം പൂർത്തീകരിച്ചിറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഞാനിവിടെ വരുമ്പോൾ 4 വർഷം ഞാൻ വരുമ്പോൾ ഒരു പൂക്കളുടെ കൃഷി തുടങ്ങിയതാണ്. അതിൽ നിന്നും ചെമ്പായി, പിത്തളയായി, ഇപ്പോൾ അവസാനം തങ്കത്തിൽ കൊടിമരം തീർത്ത് ഇറങ്ങുകയാണ്. അപ്പം അദ്ദേഹം രാജിവെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാടി പിടിച്ച് പറഞ്ഞ് രാജിവെക്കരുത്. അവസാനം അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് 31-ാം തീയതി നമുക്ക് ഒന്നിച്ചിറങ്ങാം. അദ്ദേഹം അത് കേൾക്കാതെ 2 ആഴ്ച മുമ്പ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. അപ്പോൾ അന്നേരം മുതലിൻ്റെ ഒരു അകൽച്ച, കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് 4 വർഷം ഒന്നിച്ച് നിന്നിട്ട് അവസാനം 2 ആഴ്ച മാത്രം അദ്ദേഹം ഇവിടെ സ്ഥലത്തോടും ഇല്ലായിരുന്നു. അപ്പോൾ എന്തോ ഒരു ശൂന്യത. അപ്പം ഞാൻ അതിനുശേഷം അധികം കാണുമ്പോൾ ഒരു സംസാരം, അല്ലാതെ ഫോൺ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ആ 2 ആഴ്ച കൊണ്ട് ഇത്രയും ശൂന്യത വന്നെങ്കിൽ ഈ മഹാദേവൻ്റെ ഈ ക്ഷേത്രത്തിൽ ഇനി എന്തുമാത്രം ശൂന്യതയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രയത്നപരമായിട്ടായാലും അദ്ദേഹത്തെ ഒരു കുറഞ്ഞപക്ഷം ഒരു രക്ഷാധികാരിയായിട്ടെങ്കിലും ഈ ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയിൽ എത്തി ഈ ക്ഷേത്രം ഇതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ തന്ത്രി അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായിട്ട് തന്ത്രി അദ്ദേഹത്തെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തു. തന്ത്രി അദ്ദേഹം ഒരുപാട് ദിവസം ഇവിടെ നിന്ന് ഈ പൂജാതി കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് അദ്ദേഹം പറയും, ഞാൻ ഇനി പോവാ എന്നത്. തന്ത്രി ഞെട്ടുക, കാരണം അയ്യോന്നും വിളിക്കും അദ്ദേഹം അറിയാതെ, അദ്ദേഹം മതിയാക്കുക എന്ന് പറയുമ്പോൾ. അപ്പം അതേപോലെ അകത്ത് പൂജ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ദിവസം അദ്ദേഹം അപ്പം നേരിട്ട് കൊണ്ടുവച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ വക പാത്രം, ഒരു വെള്ളി പാത്രം നിത്യവും ഭഗവാനെ നിവേദ്യം നടത്താൻ. അത് ഒരു 2-3 വർഷം മുമ്പ്, അത് പുറത്താർക്കും അറിയത്തില്ല. അകത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേജ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അകത്ത് മഹാദേവനോട് ചെയ്ത ചില കാര്യങ്ങൾ മാത്രം പുറത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടോ അതിന് വേദി കിട്ടാത്തതുകൊണ്ടും പറഞ്ഞില്ല. ഒരു വലിയൊരു വെള്ളിപ്പാത്രം എല്ലാ പൂജയ്ക്കും നിവേദ്യം നടത്താൻ അദ്ദേഹം സമർപ്പിച്ചു. അപ്പം ഞാൻ തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അദ്ദേഹം സമർപ്പിച്ചതാണ്. എന്നാൽ സുബ്രഹ്മണ്യം ഒന്ന് പറ ഒരു സ്വർണ്ണ പാത്രമാക്കാൻ നേരിയത്. ഞാൻ പറഞ്ഞ ഇത്രയും കോടികൾ ചെലവാക്കിയ ഒരു മനുഷ്യനോട് എനിക്ക് ഇനിയും സ്വർണ്ണം പാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ 2 ആഴ്ചയുടെ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ വെള്ളിപ്പാത്രത്തിൻ്റെ മേളിൽ ചുറ്റും ഒരു സ്വർണ്ണത്തിൻ്റെ ചുറ്റിട്ട് വെക്ക് എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നുകൊണ്ട് ഇനി ഒന്നും പറയാൻ വയ്യ, കാരണം ഞാനൊന്നും പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ ഭാവിയിൽ മഹാദേവനെ നിവേദിക്കാൻ ആ ഒരു സ്വർണ്ണപാത്രം സമർപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എത്ര കാലം കഴിഞ്ഞാലും അത് അദ്ദേഹം ചെയ്യാൻ പൂർത്തിയായി എന്നതാണ്. അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ. എന്നോടൊപ്പം ഒരു 10-20 ജീവനക്കാർ
കാരണം ഇത്രയും വർഷം പലവട്ടം പല ടേൺ തന്നെ ഇപ്പോൾ താമസക്കാരായാലും പഞ്ചവാദിക്കാരായാലും 2-3 ടേൺ എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്. എല്ലാം നല്ല സഹകരണം. അപ്പം ഈ 4 വർഷക്കാലം ഇവിടുത്തെ ഉപദേശക സമിതിയും ഇവിടുത്തെ ജീവനക്കാരും നിർമ്മാല്യക്കാരും നിത്യവും വരുന്ന ഭക്തജനങ്ങളും അല്ലാത്ത ഭക്തജനങ്ങളും എല്ലാമായിട്ടൊരു 4 വർഷം ഒരു കൂട്ടുകുടുംബമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഇപ്പം അതിഭംഗിയായി ഗംഭീരമായിട്ട് എൻ്റെ മനസ്സനുസരിച്ചുള്ള പൂജ കഴിക്കാനും, കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ 2 ആഴ്ചയായിട്ട് ഭക്തജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞ് ഞാൻ ദേവനുമായിട്ട് കൂടുതൽ അടുപ്പമായി. കാരണം സ്വരപ്രതിഷ്ഠ ഉത്സവാദികൾ കഴിഞ്ഞതിന് ശേഷം മഹാക്ഷേത്രങ്ങളെ പോലെ ദിവസവും 4 പൂജയും ദിവസം 5 പൂജയും നവവും പൂജയും എല്ലാം ആയി. അതിൻ്റെ കൂടെ മറ്റു ക്ഷേത്രങ്ങളില്ലാത്ത നിത്യവും മിക്കവാറുമുള്ള അഷ്ടാഭിഷേകം. അപ്പം അതുകൊണ്ട് നമ്മുടെ പൂജാ ടൈമിൻ്റെ 3/4 ഭാഗവും ദേവനുമായിട്ട് അടുപ്പമായി പൂജയും കാര്യം കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സർവീസ് പൂർത്തീകരിക്കണം. അതുകൊണ്ട് മഹാഭാഗ്യങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ 4 വർഷം ഇരിക്കാൻ. പിന്നെ എൻ്റെ സഹപാഠിയായ സഗ്രൂപ്പ് ഓഫീസർ, കാരണം ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന, അതാണ് രാവിലെ ഞങ്ങൾ 86 വയസ്സ് ഒന്നിച്ച് വന്ന് ഇന്ന് പെൻഷനാവുന്നത്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിറങ്ങാൻ അദ്ദേഹത്തിന് കൂടെ ഇന്ന് പെൻഷനാവുന്ന പ്രായം. അതേപോലെ വർഷങ്ങൾക്ക് ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 2 ഭാഗം ഒന്നിച്ച് ചേർത്ത് വെച്ച് ഉറങ്ങിയിട്ടുള്ളതാണ് ഞാനും അസിസ്റ്റന്റ് ഓഫീസറുടെ. അപ്പം 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് കൊട്ടാരക്കര തന്നെ ഇരിക്കണം, ഞാൻ പെൻഷൻ ആകുമ്പോൾ എൻ്റെ ആനുകൂല്യങ്ങളെല്ലാം എഴുതി തരാൻ സാറ് കൊട്ടാരക്കര ഉണ്ടാവുന്നത്. ഇതെല്ലാം ഭഗവത് നിശ്ചയമായിരിക്കാം. എല്ലാം എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു. അത് എൻ്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹമായി കരുതി. അതേപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ജീവനക്കാരെ, തൊഴാൻ വരുന്ന എല്ലാവരും ഈ നീണ്ട ഇത്രയും കാലം എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുണയ്ക്കും അനുകമ്പയ്ക്കും ഇന്ന് ഈ തന്ന ആദരവിനും മഹാദേവന്റെ നാമധേയത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അവരെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സജികുമാറിനെ ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായി വിനോദ് കുമാർ സാറിന്റെ വിനായക സജികുമാറിനെ ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായി സുബ്രഹ്മണ്യൻ ഭൗതിക ക്ഷേത്ര ഉപദേശക സമിതി നൽകുന്ന ആദരവാണ്.